പ്രൈസ് ദി ലോർഡ്. 68-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. സ്തോത്രം. നമ്മുടെ പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി ആരെഴുന്നേൽക്കുക പ്രിയപ്പെട്ടവരെ? സ്തോത്രം. നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമുക്ക് ചെറിയ പ്രയാസങ്ങളും വേദനകളൊക്കെ വന്ന് നമ്മൾ കരയുക നിലവിളിക്കുകയും ഒക്കെ ചെയ്യാറില്ലേ? ആ സമയത്ത് നമ്മുടെ കൂടെ പാർക്കുന്ന എത്ര പേര് നമുക്ക് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നമുക്കൊരു ആശ്വാസവാക്ക് പറഞ്ഞു തരും? അല്ലെങ്കിൽ നമുക്കൊരു വേദന വരുമ്പോൾ ധൈര്യപ്പെടുന്ന എത്ര പേര് പറയും? വളരെ വിരളമായ ആൾക്കാരെ പറയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതികൂലത്തിലും വേദനയിലും സഹായിക്കാൻ ഇന്ന് ആരുമില്ല. ഒരു പക്ഷേ നമ്മുടെ സന്തോഷവേളയിൽ നമ്മുടെ കൂടെ ഇരിപ്പാനും നമ്മുടെ കൂടെ ആനന്ദിക്കുവാനും ഒരുപാട് പേര് കാണും. സ്തോത്രം. സന്തോഷവേളയിൽ വന്നിരിക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ സങ്കടവേളയിൽ നമ്മുടെ കൂടെ ഒരാൾ വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം. അങ്ങനെ ഒരു നല്ല സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതേ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം അത് അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, നിങ്ങൾ വേദനിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്തോ, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്നോ, അല്ലെങ്കിൽ വചനം അയച്ചൊക്കെ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ആരെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ദൈവത്താൽ നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട ഒരു ബന്ധമാണെന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദാവീദ് പറയുകയാണ്, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. സ്തോത്രം. അപ്പൊ ആരൊക്കെ എഴുന്നേറ്റില്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരാൾ എഴുന്നേൽക്കുന്നതാണ് ദാവീദ് പറയുന്നത്. ദൈവമാണ് എഴുന്നേൽക്കുന്നത്. സ്തോത്രം. ഇനി മനുഷ്യരാരും എഴുന്നേറ്റില്ലല്ലോ, അവരെനിക്കൊരു നല്ല വാക്ക് പറഞ്ഞില്ലല്ലോ, ഞാൻ രോഗിയായി ഹോസ്പിറ്റലിൽ കിടന്നു, എന്നെ ആരും വന്ന് കണ്ടില്ലല്ലോ, ഞാൻ എൻ്റെ വീട്ടിൽ എത്രയോ ദിവസമായി രോഗിയായി കിടക്കുക, അവിടെ ആരും എന്നെ സഹായിക്കാൻ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞൊരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ അത് വിട്ടുകളാ. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോവുക. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോവുക. ഭർത്തിമായി ഇരുന്ന് നിലവിളിച്ച സ്ഥാനത്തേക്ക് യേശു ചെന്നവിടെ. അല്ല, യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ല യേശു അവിടെ പറഞ്ഞത്. കരഞ്ഞുകൊണ്ടിരുന്ന നിലവിളിച്ചുകൊണ്ടിരുന്ന ഭർത്തിമായായ കുരുടന്റെ അടുത്തേക്ക് യേശു കർത്താവ് അങ്ങ് അടുത്തോട്ട് ചെല്ലുക. മാർത്തയുടെ ലാസറിന്റെ ഭവനത്തില് ദുഃഖമുണ്ടായപ്പോൾ ലാസറിന്റെ ഭവനത്തിലെ സഹോദരിമാർ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലാനല്ല കർത്താവ് പറഞ്ഞത്. യേശു അവരുടെ വീട്ടിലേക്ക് ചെന്നു. സക്കായിയെ തേടി സക്കായുടെ വീട്ടിലേക്ക് യേശു കർത്താവ് ചെന്നു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. കാരണം നമ്മുടെ അരിയിലേക്ക് വരാൻ മനസ്സുള്ള ഒറ്റ ഒരാളെ ഉള്ളൂ, അത് നമ്മുടെ യേശു കർത്താവാണ്. പ്രതികൂലത്തിന്റെ നടുവിലിരുന്ന പത്രോസിന്റെ അടുത്തേക്ക് യേശു കർത്താവ് ഇറങ്ങി ചെല്ലുക. ശിഷ്യന്മാർ വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന യേശു കർത്താവ്. ഇന്ന് പകൽക്കാലം ഈ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോവാം. നിങ്ങൾക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുവാൻ ഒരു വക്കീൽ എഴുന്നേറ്റില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങളുടെ കരം പിടിച്ച് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ആരും പറഞ്ഞില്ലെങ്കിലോ യേശു കർത്താവ് നിങ്ങളുടെ കരത്തെ പിടിച്ച് പറയുന്ന ആ വാക്കൊന്ന് നിങ്ങളുടെ ചെവി കൊണ്ടൊന്ന് കേട്ടാട്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ അനാഥനായി വിടുന്ന ദൈവമല്ല. നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്നൊക്കെയാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊന്നും കർത്താവിന് കൊടുക്കാനല്ല പറഞ്ഞത്. നിങ്ങളുടെ ഭാരങ്ങളൊക്കെ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ എൻ്റെ മേൽ തരാനാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. അടുത്ത വാക്ക് പറഞ്ഞു, ശത്രുക്കൾ ചിതറിയോടും. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റാൽ നമ്മുടെ ശത്രു എത്ര പ്രബലനാണെങ്കിലും അവൻ ചിതറിയോടും. ദാവീദിന് വേണ്ടി ദൈവം എഴുന്നേറ്റത് കൊണ്ടാണ് ഗോലിയാത്ത് ചിതറിപ്പോയത്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം എഴുന്നേറ്റത് കൊണ്ടാണ് ഫറവോനും സൈന്യവും ചെങ്കടൽ മുങ്ങിപ്പോയത്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് പലക്കാലം നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോവാം. വിശ്വസിക്കുന്നു, യേശു നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ ശത്രുക്കളെ ചിതറിച്ച് കളയും. നിങ്ങൾ ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. ഇന്ന് പകൽക്കാലം നിങ്ങൾ വേദനിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തെ ഇന്ന് പകൽക്കാലം നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളോട് ഒരു ദൂതായി പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിക്കൂ. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഈ വചനം ഇന്ന് നിങ്ങൾക്കൊരു അനുഗ്രഹമാക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.